അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ഈ ഡിസംബർ മാസം വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്നുള്ളത് നമുക്ക് ചിന്ത നൽകുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് തിരഞ്ഞെടുപ്പ് തന്നെ, മറ്റൊന്ന് ഡിസംബർ 6 അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ആരാധനാലയത്തെ ഇവിടുത്തെ വർഗീയവാദികളാൽ തകർക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ദിനം. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ട് സാക്ഷിയായിട്ടുള്ള ഈ മാസത്തിൽ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ട് അല്ല ഈ ഭാഷണം നാം മനസ്സിലാക്കുക. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനം എന്നതിൻ്റെ ഒരു പര്യായ പദം പോലെയാണ് നാം ഉപയോഗിച്ചു വരുന്നത്. പൊതുപ്രവർത്തനം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, നാട്ടിൽ ജാതി മത ഭേദമന്യേ ഉപകാരങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, വികസന പ്രവർത്തനങ്ങൾ നടത്തുക, വിദ്യാഭ്യാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക, കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുക തുടങ്ങിയ രീതിയിലൊക്കെ അതിന് നമുക്ക് പല കാറ്റഗറികളായി പ്രവർത്തനത്തെ വേർതിരിക്കാൻ കഴിയും. ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം, ന്യൂനപക്ഷം, ദളിതർ തുടങ്ങിയ പിന്നോക്ക സമുദായങ്ങളൊക്കെ, രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളെയും വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള, ദളിതർക്കെതിരെയുള്ള നീക്കങ്ങളും ഗൂഢാലോചനകളും തകൃതിയായി നടത്തുമ്പോൾ ആ കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാജ്യത്തുടനീളം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം തന്റെ വോട്ട് ബാങ്കിനെ സുഭദ്രമാക്കുന്ന വർഗീയ ധ്രുവീകരണ ശക്തികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റവും ചീഞ്ഞളിഞ്ഞ തുരുപ്പ് ചീട്ടെടുത്തുകൊണ്ട് പ്രയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതേതര ജനാധിപത്യ വിശ്വാസത്തിൽ അടിയുറച്ച ഇന്ത്യ മഹാരാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും അതുപോലെ തന്നെ തീവ്ര ചിന്തകളില്ലാത്ത ആളുകളുമൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ നാം സമ്മാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നമുക്കറിയാം, വഖഫ് സ്വത്തിന്റെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അതിന്റെ അവസാന ഡേറ്റ് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പല വഖഫ് സ്വത്തുകളും അന്യാധീനപ്പെട്ടു പോകുന്ന, രേഖകളില്ലാത്ത, അതല്ലെങ്കിൽ രജിസ്ട്രേഷനിൽ കൃത്യമായ നീക്കുപോക്കുകൾ നടത്താത്ത വഖഫ് സ്വത്തുക്കളെ പിൻകാലത്ത് ജപ്തി ചെയ്യപ്പെടുന്ന ഭീകരമായ അവസ്ഥയിലേക്കാണ് ഓരോ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മുടെ മഹല്ല് നിവാസികളായിട്ടുള്ള നമ്മളും ഇതിന്റെ ഭാരവാഹികളുമൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ വഖഫ് സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കുക, അത് സുഭദ്രമാക്കുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് സമാധാനമുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന, ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ നീക്കങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ സാന്ത്വനം, സമാധാനം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തെ സമാധാനമാണ് നാം പുനഃസ്ഥാപിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിപ്പായിപ്പിച്ചുകൊണ്ട് പുറത്തു പോയി താമസിക്കേണ്ടി വന്ന് പിന്നെ വീണ്ടും ആ രാജ്യം തങ്ങളുടെ കരങ്ങളിൽ തിരിച്ചെത്തിയ സമയത്ത് ആ രാജ്യത്തേക്ക് കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സമാധാനത്തിന്റെ വാക്കുണ്ട്, വാചകമുണ്ട്, ഒരു വിളംബരമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല യൗമ ഫത്ഹി മക്ക, ഫത്ഹ് മക്കന്റെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിനുൻ. ഈ വിളംബരങ്ങൾ നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നോക്കണം. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പായിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് അവരുടെ ഭവനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ആളുകളുടെ അടുത്തേക്ക് ആ രാജ്യം സ്വന്തം കൈപ്പടയിൽ തിരിച്ചു കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കടന്നു ചെന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമുണ്ട്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളോടൊന്ന് പോയിക്കൊള്ളുക, ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്നൊക്കെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശവുമായി കൊണ്ട് രാജ്യത്തേക്ക് കടന്നു വരികയാണ്. ഭയവിഹ്വലരായി അവർ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത്
വീടുകളിൽ അഭയം തേടിയിരിക്കുന്ന സമയത്ത്, ഉമ്മയും മക്കളും കെട്ടിപ്പിടിച്ച് അട്ടഹസിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ കാരുണ്യവാനായ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിനുൻ. അബൂ സുഫിയാനിന്റെ വീട്ടിൽ അഭയം തേടിയവർ, പേടിച്ചിരിക്കുന്നവർ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ നിർഭയരാണ്. രണ്ടാമത്, വമൻ അഗ്ലഖ അലൈഹി ദാറഹു ഫഹുവ ആമിനുൻ. വീട്ടിൽ കഥകടച്ചിരുന്നുകൊണ്ട് പേടിച്ചിരിക്കുന്നവർ പേടിക്കേണ്ടതില്ല, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ നിർഭയരാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. പള്ളിയിലിരുന്ന് പേടിച്ച് പള്ളിയിൽ അഭയം പ്രാപിച്ച ആളുകൾ, നിങ്ങളും നിർഭയരാണ്, നിങ്ങളും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മക്കയിലേക്ക് കടന്നു ചെല്ലുകയാണ്. സമാധാനത്തിന്റെ മുദ്രാവാക്യം, വിപ്ലവ മുദ്രാവാക്യം മുഴക്കുന്നതിന് പകരം രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട്, തിരിച്ചടിക്കാനുള്ള എല്ലാവിധ ആയുധങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അത് അങ്ങനെയൊന്നും ഉപയോഗപ്പെടുത്താതെ രാജ്യത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനോഹരമായ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മുഴക്കിയത്. ലോകത്ത് നിന്നും രേഖപ്പെട്ട് കിടക്കുന്നു എന്തുകൊണ്ട് ഹബീബായ നബിയെ ലോകത്തിന് മുന്നിൽ ഏത് വിഷയത്തിൽ നേതാവാക്കാൻ കഴിയുന്നു. ഏറ്റവും മനോഹരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകാ പുരുഷനായി ഇന്നും ലോകത്ത് നബി നിലനിൽക്കുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് കാഴ്ചവെക്കേണ്ടത്. ആരെങ്കിലും വിജയിച്ച് കയറുമ്പോൾ മറ്റുള്ളവർ പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. ആ ഒരു അവസ്ഥ പോകണം. ഇതെവിടെ നിന്ന് വന്നു? അത് നമുക്കറിയാം. ഓരോരുത്തർക്കും ഓരോ പാർട്ടിക്കും അവരുടെ കസേര ഭദ്രമാക്കുന്നതിന് വേണ്ടി അവരെടുക്കുന്ന ഏത് നറികെട്ട തുരുപ്പ് ചീട്ടുകളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ഇലക്ഷനെ നാം അഭിമുഖീകരിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണം പഠിച്ച, രാഷ്ട്രീയം പഠിച്ച മഹാന്മാരായ ഖുലഫാകളൊക്കെ അതേ പാതയാണ് പിന്തുടർന്നത്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരം ഏറ്റെടുത്തതിന് ശേഷം മഹാനവറുകൾക്ക് ഒരു പതിവുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ രാജ്യം മുഴുക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു. രാജ്യത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഭരണാധികാരി അല്ലാത്ത ഒരു രൂപത്തിൽ രാത്രി സമയങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പതിവ് മഹാനായ ഉമർ തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീടിന്റെ അടുത്തെത്തുകയും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ പരിചാരകൻ അസ്ലം റളിയല്ലാഹു അൻഹുവും ആ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയാണ്. ഉമർ തങ്ങൾ കടക് വിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എന്റെ വീട്ടിൽ കുട്ടികൾ കരയുന്നുണ്ട്. ആ കരയുന്നത് അവര് ഇവിടെ ഭക്ഷണമില്ലാത്തതിന്റെ പേരിലാണ്, വിശന്നുകൊണ്ടാണ് എന്റെ മക്കൾ കരയുന്നത്. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അടുപ്പിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്, അതെന്തിനു വേണ്ടിയാണ്? ആ സ്ത്രീ പറയുന്നു, അത് എന്റെ കുട്ടികൾ ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അവർ സമാധാനിച്ച് അറിയാതെ ഉറങ്ങിപ്പോകുന്നതിന് വേണ്ടി ഞാൻ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ തങ്ങൾ പറയുന്നു, ഉമ്മ ഞങ്ങൾ ഇപ്പോൾ വരാം. മഹാനായ ഉമർ തങ്ങളും അസ്ലം റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ ഗോഡൌണിൽ ചെന്നുകൊണ്ട് ഗോതമ്പിന്റെ മാവിന്റെ ചാക്ക് എടുത്തുകൊണ്ട് വരികയാണ്. അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ഈ ചാക്ക് എന്റെ തോളിൽ വെച്ച് തരിക. അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഖലീഫ, ഞാനത് ചുമന്നു കൊള്ളാം. മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ തിരിച്ചു പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാളെ മഹ്ശറയിൽ എന്റെ ഭാരം ചുമക്കാൻ നിങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് എന്റെ ചുമലിലേക്ക് തന്നെ വെച്ച് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് പാകം ചെയ്യാനുള്ള ഭക്ഷണ ചാക്കുമായി കൊണ്ട് അവരുടെ വിശപ്പകറ്റുകയാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം, ഇതാണ് പൊതുപ്രവർത്തനം. പ്രിയപ്പെട്ടവർ, രാജ്യത്ത് സമാധാനം നിലനിൽക്കണം, രാജ്യത്തുള്ള ആളുകൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഈ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ മെമ്പർമാരും നമ്മുടെ ഭരണാധികാരികളും ഒക്കെ രാജ്യത്തെ ഭരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണാധികാരികളാൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഇന്ത്യയിൽ ഖലീഫ ഉമറിന്റെ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഖലീഫ ഉമറിന്റെ ഭരണം അത്ര കൃത്യമായ വളരെ വൃത്തിയോടുള്ള രാജ്യഭരണം നടത്തിയ ഒരു ഭരണാധികാരിയാണ് ഉമർ തങ്ങൾ. ഗാന്ധിജി പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ഖലീഫ ഉമറിന്റെ ഭരണം ആഗ്രഹിക്കുന്നു എന്നാണ്. നോക്കണം, അതാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെ പരിശുദ്ധി. അങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടത്, അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, അങ്ങനെയാണ് പൊതുപ്രവർത്തനം നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കും ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ഒരു സമാധാനത്തോടു കൂടി ജീവിക്കുന്ന നല്ല ഒരു അന്തരീക്ഷം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.